ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെയൊക്കെ ബാക്കി ഭാഗം എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. കൊച്ചു കൊച്ചു വീടുകൾ ഉണ്ടാക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുക. വലിയ വീടുണ്ടാക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെതായ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ എൻജിനീയർമാരെ കൊണ്ട് വീടുകൾ നിർമ്മിച്ചാലുണ്ടല്ലോ, പ്ലാൻ വരപ്പിച്ചാൽ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഈ ചില വാസ്തു നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അയ്യോ ഭാവം കണ്ടിട്ട് നമ്മൾക്ക് ഉചിതമാകുന്ന രീതിയിൽ ചെയ്തിട്ട് പോകും. പക്ഷേ എഞ്ചിനീയർമാർ അത് ചെയ്യില്ല. അവർ അവരുടെ വർക്ക് നല്ല രീതിയിൽ നോക്കിയിട്ട് അവർ വേണ്ടത് വേണ്ട പോലെ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറെ കൊണ്ട് സ്ഥാനം കണ്ട് കാര്യങ്ങൾ സ്കെച്ചും പ്ലാനൊക്കെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അപൂർവമായിട്ട് നല്ല വാസ്തു നോക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ ചെറിയ വീടുകൾ ഉണ്ടാക്കുന്നവർ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് അവിടെ പാളിച്ചകൾ സംഭവിക്കുന്നത്. അവർക്ക് ഒന്നാമത് പൈസ ഇല്ലാത്തതിൽ നിന്നാണ് ഈ വീട് കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്നത്. പക്ഷേ അതിനേക്കാളും വലിയ ദുരിതം വീണ്ടും അവർക്ക് വന്നുപെടും. എൻ്റെ മൂത്ത മോളുടെ ഒരു കൂട്ടുകാരി, ഒറ്റ സുഹൃത്ത്. അപ്പോൾ ഈ കുട്ടീനെ ഒരു ദിവസം ഞാൻ ബസ്സിൽ വെച്ചിട്ട് കാണാനിടയായി. എല്ലാം കൊണ്ടും നിറഞ്ഞൊരു കുടുംബം, സാമ്പത്തികമായിട്ടും എല്ലാം നല്ല തറവാട്ടുകാർ. അച്ഛൻ്റെ ബിസിനസ്സാണ്, ക്രിസ്ത്യൻസാണ്. അപ്പോൾ ഈ കുട്ടീനെ കണ്ടപ്പോൾ ആകെ ഒരു ശോകം. ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെതായ ഒരു പവറില്ല കുട്ടിക്ക്. ആകെ ഒരു മ്ലാനത മുഖത്ത്, ഒരു മൗനം. അപ്പം ഞാൻ ഇതെൻ്റെ മോളോട് വന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞേ അവളുടെ അമ്മയ്ക്ക് സുഖമില്ല, അസുഖമാണ്. ഇപ്പം പക്ഷെ അമ്മയില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കും കാരണം? അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യമൊന്നുമല്ല. നോക്കുമ്പോൾ അവരുടെ വീടിൻ്റെ കിഴക്ക് വശത്തെ മുറ്റം അധികമില്ലാത്ത മുറ്റത്തിൻ്റെ കിഴക്ക് വശം ഇവരുടെ വീടിനേക്കാളും ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. അതിലെ 3-4 വീട്ടുകാർക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. ആ വഴി ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. അതിങ്ങനെ കുത്തനെ വീടിനേക്കാൾ ഉയർന്നിരിക്കുക. അതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് എടുത്ത് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വീട്ടുകാരുണ്ട്. ഇതുപോലെ കിഴക്ക് വശം ഉയർന്നു നിൽക്കുന്ന വീടുള്ള ആളുകൾ അവിടെ രോഗദുരിതത്താൽ അവർ വലയുകയാണ്, കഷ്ടപ്പെടുകയാണ്. അപ്പം നമ്മളൊരു കൊച്ചു മാടം കെട്ടിപ്പടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അല്ല നമുക്കൊരു വീട് പഞ്ചായത്തിൽ നിന്ന് ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഇത്ര ഒരു ഫണ്ട് കിട്ടി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വീട് എന്ന് ആരും വിചാരിക്കരുത്. വേണ്ടതുപോലെ തന്നെ ചെയ്ത് നമ്മൾ ആ ഭവനത്തിലേക്ക് താമസിക്കാനായിട്ട് കയറണം. കുറേ ചിട്ടവട്ടങ്ങളുണ്ട് അതിന്, അല്ലെങ്കിൽ ജീവിതം നരകിച്ചു പോവുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വീടിൻ്റെ കിഴക്ക് വശം ഒരു കാരണവശാലും വീടിനേക്കാൾ ഉയർന്നു നിൽക്കാൻ പാടില്ല, വീടിൻ്റെ തറയേക്കാൾ ഉയർന്നു നിൽക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കി വേണം നമ്മൾ ഭൂമി വാങ്ങിച്ച് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ തറയിൽ നിൽക്കുമ്പോൾ റോഡ് ഏകദേശം സമാന്തരമായിരിക്കണം, ഒപ്പത്തിനൊപ്പമായിരിക്കണം, ഉയർന്നു നിൽക്കാൻ പാടില്ല. അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ സമ്മാനിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.